ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ട്രിവാൻഡ്രത്ത് നിന്നും കോഴിക്കോട് നമ്മുടെ നന്ദുമോളെ കാണാൻ പോയിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഒപ്പം സൂര്യമോളും തുമ്പയും കൂടെ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെയും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നല്ല ഉള്ളങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് പോകാം വീഡിയോയിലേക്ക്. രാവിലെ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പതിവ് പോലെ ഇത്തവണ സന്തോഷ് തന്നെയാണ് ഞങ്ങളെ കൊണ്ടാക്കിയിരിക്കുന്നത്. തുമ്പമോളും സൂര്യയും കൂടെ അങ്ങനെ സന്തോഷിച്ച് പോവുകയാണ്. പ്രത്യേകിച്ച് ഈ യാത്രയിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? തുമ്പമോളുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. തുമ്പ എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരൻ്റെ മകളാണ് കേട്ടോ. അഞ്ചിക 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പോൾ സൂര്യയും തുമ്പയും കൂടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കുള്ള ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. ജനശതാബ്ദി ട്രെയിനാണ് കേട്ടോ. ട്രിവാൻഡ്രം ടു കോഴിക്കോട് യാത്രയാണ്. നന്ദുമോളെ കാണാൻ പോവുകയാണ്. ട്രെയിനകത്ത് കയറി ഞങ്ങളുടെ സീറ്റൊക്കെ ഉറപ്പിച്ചു. അതിനുശേഷം കലാപരിപാടികൾ എന്താണെന്നറിയാമല്ലോ. ഫോട്ടോ എടുപ്പ്, വീഡിയോ എടുക്കൽ, വാട്സപ്പിൽ സെൻഡ് ചെയ്യേക്കും, ഇതൊക്കെ അവിടെ മുറ പോലെ നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയാലും ഈ ഫ്ലാസ്കും വെള്ളവും എനിക്ക് മുഖ്യമാണ് ബിഗിലെ. കുറച്ച് കഴിഞ്ഞ സമയത്ത് അവർ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് തളർന്നതിന് ശേഷം പിന്നെ അവർ കാർട്ടൂണൊക്കെ കണ്ട് അങ്ങനെ രസിച്ചിരുന്നു. പിന്നെ ഉറങ്ങി. ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ ദോശ, ബ്രെഡ് ഓംലെറ്റ്, സാൻഡ്വിച്ച് എന്നൊക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു സാൻഡ്വിച്ച് മേടിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളാം കേട്ടോ, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഫോൺ കുത്തുക, ഉറങ്ങുക, ഫോൺ കുത്തുക, ഉറങ്ങും. ഇത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം കാണുമ്പോഴും നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണുന്ന സമയത്തൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഞാനും ഇച്ചിരി അങ്ങ് ഉറങ്ങി കേട്ടോ. കാരണം വെളുപ്പിന് 6 മണിക്ക് ഞങ്ങൾ തിരിച്ചത് ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴാണ് കോഴിക്കോട് എത്തിയിരിക്കുന്നത് കേട്ടോ. ആ സമയം കൊണ്ട് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫറൂഖ് എത്തി. അപ്പോൾ നന്ദുമോള് പറഞ്ഞു, ചേച്ചി ഫറൂഖിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷേ അവിടെ സ്റ്റോപ്പില്ലായിരുന്നു. ഞങ്ങൾ എണീറ്റ് കുറേ സമയം നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ നന്ദൂട്ടിയെ കാണാൻ പോകുന്നു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങളിത് കോഴിക്കോട് എത്തിയിരിക്കാൻ. അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനകത്ത് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. ഇത് 3ാം തവണയാണ് കേട്ടോ ഞാനിവിടെ എത്തിയിരിക്കുന്നത് കോഴിക്കോട്. അപ്പോൾ എന്തായാലും എന്താ പറയേണ്ടത്, നന്ദൂട്ടിയെ കാണാം എന്നൊരു ആഗ്രഹത്തോടു കൂടെ, വളരെ സന്തോഷത്തോടു കൂടെ ഞങ്ങൾ എപ്പോഴും ഇറങ്ങുന്ന ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ഇത്തവണ ഞങ്ങൾ ബാക്ക് സൈഡിലാണ് പോയത്. അപ്പോൾ അവിടെ കുറേ സമയം നടക്കേണ്ടി വന്നു കേട്ടോ, ഒരു ഓട്ടോ കിട്ടാനായിട്ട്. വഴിയിലെങ്ങും ഓട്ടോ നിർത്തുന്നില്ല. കുറേ സമയം നടന്നതിന് ശേഷം ഓട്ടോ കിട്ടിയപ്പോൾ സൂര്യ പറഞ്ഞു, അമ്മ എന്തമ്മ നമുക്ക് ഫ്രണ്ടിൽ ഇറങ്ങിയേ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. എന്തായാലും നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. മഴയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഫറൂഖ് പാലം എത്തി. അപ്പോൾ ആ ഓട്ടോ ചേട്ടൻ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ഒരു പാർക്കുണ്ട്, നല്ല രസമാണ് ഇവിടെ പിള്ളേരൊക്കെ ഇട്ട് വന്നിരിക്കാനായിട്ട്. നിങ്ങൾ ഈവനിങ് ടൈം വന്നാൽ മതി. രാത്രി വന്നാൽ മാത്രമേ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഫറൂഖ് പാലത്തിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ നല്ല രസമാണെന്ന് ഓർത്തിട്ട്. അപ്പോൾ മുന്നേ ഞാൻ രമേശനും കൂടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് ആ ഒരു എന്താ പറയേണ്ടത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാനും അത് കണ്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പകലാണ് വന്നിരിക്കുന്നത്. കൂടാതെ നല്ല മഴയുമായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങളിത് എന്താ പറയേണ്ടത് മണ്ണൂർ വളവ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മണ്ണൂർ വളവിൽ വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നന്ദൂട്ടി കാണാൻ പോകുകയില്ലേ. അപ്പോഴത്തേക്ക് എന്തായാലും ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് നന്ദുമോളെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വളവും ചുറ്റലും എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അനീഷ് ബ്രോയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നന്ദുവും റീനുവും അഭിമോനൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയേണ്ടത്, അവരെ കണ്ടപ്പോൾ സന്തോഷമായിരുന്നു. പക്ഷേ അന്ന് അനീഷ് ബ്രോ മരിച്ചിട്ട് 16 കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്താ പറയേണ്ടത്, ഒരുപാട് പ്രതീക്ഷകളുമായിട്ടൊരു ജീവിതം തുടങ്ങിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവത്തിലായിരുന്ന സമയത്ത് അവരാകെ വിഷമത്തിലായിരുന്നു. പക്ഷേ അവരെക്കാട്ടപ്പുറമായിട്ട് അവരെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അക്കൂട്ടത്തിൽ ഞാനുമുണ്ട്. എന്താ പറയേണ്ടത്, ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. വൈകുന്നേരം ഫുഡെല്ലാം കഴിച്ചു. പിന്നെ രാത്രി ഞങ്ങൾ നന്ദുമോളുമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരു വിഷമമുണ്ട്, എങ്കിൽ തന്നെയും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ സമയത്ത് ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ ഒരു കടലക്കറി അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ. തേങ്ങ, പെരുംജീരകം, മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കറിവേപ്പില എല്ലൊക്കെ ചേർത്ത് നല്ല വറുത്ത് കടലക്കറി ആയതിനു ശേഷം താളിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു. സവാളയും തക്കാളിയൊക്കെ വെച്ചിട്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ അഭിമാനം ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അഭിമാൻ പിറ്റേ ദിവസം അതെടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും അവിടെ ചായയും ചപ്പാത്തിയൊക്കെ റെഡിയായിട്ട് പിള്ളേരൊക്കെ എണീറ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചപ്പാത്തിയും ചായയും കടലക്കറിയായിട്ടൊക്കെ കഴിച്ചു. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വെച്ചത്. അപ്പോഴത്തേക്കും റിനു പറഞ്ഞില്ല ചേച്ചി ചോറ് കഴിച്ചിട്ട് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അഭിമൻ ചൂരമീനൊക്കെ മേടിച്ച് വന്നു.
ഉച്ചയ്ക്ക് ഞാൻ ലൈവൊക്കെ ഇട്ട് ചോറൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. റിനുമോളാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു, നന്ദൂട്ടിയും കരച്ചിലായിരുന്നു. അതുവരെ പാപ്പു നല്ല സ്നേഹത്തിലായിരുന്നു. പാപ്പുവിന് ദേഷ്യമായി. പാപ്പു എന്ന് വിളിക്കുമ്പോൾ പാപ്പുവിൻ്റെ മുഖം പോകുന്ന കണ്ടോ, പല്ലൊക്കെ ഇങ്ങനെ ദേഷ്യം. നീ പോകുന്നോടി എൻ്റെ അമ്മയെയും എൻ്റെ നന്ദു ചേച്ചിനെ കരയിപ്പിച്ചിട്ട് എന്നൊക്കെ ഉള്ള വിഷമാണ് കേട്ടോ പാപ്പുവിനും. എന്തായാലും ഇറങ്ങിയാലേ പറ്റുള്ളൂ. വീണ്ടും കാണാം, വീണ്ടും വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മഴയായിരുന്നു കേട്ടോ. എനിക്ക് ആ കാഴ്ച കാണാൻ വയ്യാത്ത കാരണം ഞാൻ സൂര്യയുടെ അടുത്ത് ഫോൺ കൊടുത്തു വീഡിയോ എടുക്കാനായിട്ട്. എനിക്ക് നല്ല വിഷമമായി കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. നന്ദുമോളെ മിസ് വീടി മുത്തേ. എന്തായാലും വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. യാത്രയിലൊക്കെ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നിട്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾക്ക് ട്രെയിൻ കേട്ടോ. അപ്പോൾ രാവിലെ വെളുപ്പിന് ഞങ്ങൾക്ക് അവിടെ നിന്ന് വരാൻ, പിള്ളേരെയും കൊണ്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായത് കാരണം തലേ ദിവസമേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി റൂമെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ തുമ്പ മോൾക്ക് ആദ്യമായിട്ടുള്ള കോഴിക്കോട് വരുന്നത്. അപ്പോൾ അവൾക്ക് ബീച്ചിൽ പോകണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. മിഠായി തെരുവ് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് ബീച്ചിൽ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. മിഠായി തെരുവിൽ പോകണമെന്ന് വിചാരിച്ച സമയത്ത് മഴ, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത മഴ, പുറത്തിറങ്ങാനും പറ്റുന്നില്ല. എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ. തുമ്പയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞ മക്കളെ മഴ കുറയും, നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് സമയം ഉറങ്ങാനായിട്ട്. ഒരു ഉറങ്ങിയില്ല, ഫോണൊക്കെ എടുത്ത് ഗെയിമൊക്കെ കളിച്ചു. ആൻറ്റി എപ്പോൾ മഴ കുറയും നോക്കെന്ന്. ഞാനപ്പോൾ തുമ്പയെടുത്ത് പറഞ്ഞു, നോക്ക് മക്കളെ നോക്ക്, ഇവിടെ മഴയൊന്നും കുറയില്ല, മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ, നാളെ നേരം വെളുക്കുക, നേരെ ട്രിവാൻഡ്രം പോകാം. എന്താ ആൻറ്റി എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചായയും വാഴയ്ക്കപ്പൊക്കെ വാങ്ങിച്ച്, വാഴയ്ക്കപ്പം രതീഷ് മോഡലായിരുന്നു കേട്ടോ. അങ്ങനെ തണുത്തുറഞ്ഞ വാഴയ്ക്കപ്പമായിരുന്നു. എന്തായാലും കഴിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ ഈവനിങ് നടന്നു. കണ്ണൂരെന്ന ബോർഡ് കണ്ടപ്പോൾ നമ്മൾ ഷീനമുത്തിന് ഓർമ്മ വന്നു. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിരിക്കുന്നത് മിഠായി തെരുവാണ് കേട്ടോ. എന്തായാലും മഴയൊക്കെ ചെറുതായിട്ടൊന്ന് തോർന്നു നിന്നു. തുമ്പയ്ക്ക് ചെറിയൊരു സന്തോഷമൊക്കെ വന്നു കേട്ടോ. അങ്ങനെ അവൾക്ക് ബാഗും ചെരുപ്പും കുടയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരോ കടകളിലൊക്കെ കയറി ഇറങ്ങുക, വീഡിയോ എടുക്കുക, ഫോട്ടോസ് എടുക്കുക. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കും, യൂട്യൂബറാണോ, നിങ്ങൾക്ക് ഇതൊക്കെ ചാനലുണ്ടോ? കാരണം എന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന ആ വീഡിയോയുടെ ഒരു മോഡൽ കണ്ടിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ കോഴിക്കോട് സൺഡേ മാൾ എന്ന ആ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇങ്ങനെ ഹോൾസെയിലായിട്ടുള്ള കടകളാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ലാഭമുണ്ടായിരുന്നു കേട്ടോ. കമ്മലൊക്കെ ആയാലും 3 ബെഡ്ഷീറ്റൊക്കെ 500 രൂപയുള്ളത്. ഈ പയ്യനെ നോക്കി വെച്ചോ, ഇനി അടുത്ത എപ്പോഴെങ്കിലും ഞാൻ പോകുന്ന സമയത്ത് വീണ്ടും ഞാൻ ഇവിടെ പോയി ഈ പയ്യനെ കാണും. എന്നോട് ചോദിച്ചു, ചേച്ചി യൂട്യൂബ് ഉണ്ടോ? ഞാൻ പറഞ്ഞാൽ അതേ ഉണ്ട്. എന്താണ് ചാനൽ? അപ്പോൾ ഉടനെ എഴുതി എടുത്തു കേട്ടോ കയ്യിൽ. ഈ ഒരു മോഡൽ വള ഇതൊക്കെ തുമ്പിയും സൂര്യയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല ലാഭമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ 100 രൂപയുള്ളൂ കേട്ടോ. ഇവിടെയൊന്നും അത് കിട്ടില്ലെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പിള്ളേർ അതൊക്കെ മേടിച്ചു. അപ്പോൾ ഞാനിതൊക്കെ മേടിക്കുന്ന സമയത്തും ആ പയ്യനുണ്ടല്ലോ പിന്നെ എൻ്റെ പിറകെ വന്ന്, ചേച്ചി വീഡിയോ എന്നിടും, നാളെ ഇടുമോ? ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്തായാലും ഒരു ഹായ് ബൈയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇറങ്ങുന്ന സമയത്ത് ബില്ലൊക്കെ കാണിക്കണം കേട്ടോ. ബില്ല് കാണിച്ച സമയത്ത് സൂര്യൻ്റെ ഫ്രണ്ട് അവിടെ ഇരിപ്പുണ്ട്. അശ്വിനെ പോളണ്ടിൽ നിന്ന് നമ്മൾ അശ്വിനെ പോലെ അവിടെ ഇരിപ്പുണ്ട്. സോറി കേട്ടോ അശ്വിന്, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സൂര്യമോളിങ്ങനെ വിഷമത്തിൽ നിൽക്കാൻ കാര്യം എന്തെന്നറിയാമോ? നല്ല മഴയാണെങ്കിൽ ഒന്നൊന്നര മഴ. പുതിയ കുട വാങ്ങി വെച്ചിട്ടുണ്ട്. തുമ്പ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബീച്ചിൻ്റെ അടുത്തുള്ള ആദാമിൻ്റെ ചായക്കട, ഇത് എപ്പോഴും ഞങ്ങൾ വരുന്ന സമയത്ത് ഇതിന് മുന്നേ രമേശേട്ടൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് വിജിയും ഞാനും പോയ സമയത്തും ഇവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നോളി ഇരുന്നോളി തിന്നോളി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ കേട്ടോ. പക്ഷേ മഴ ഇത് കാരണം ആരുമില്ല. അപ്പോഴത്തേക്ക് മെനു കാർഡൊക്കെ വന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ആദ്യം സൂപ്പിന് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു. അപ്പോൾ നല്ലൊരു ചൂട് സൂപ്പ് കുടിക്കാൻ ആഗ്രഹം തോന്നിയിട്ട് വെജിറ്റബിൾ സൂപ്പിന് ഞങ്ങൾ ഓർഡർ ചെയ്തു. പക്ഷേ വെജിറ്റബിൾ സൂപ്പിന് പകരം കൊണ്ടുവന്നത് ചിക്കൻ സൂപ്പ്. അവർ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞങ്ങൾ ചിക്കൻ സൂപ്പ് തന്നെ കഴിച്ചു. പിന്നെ സ്റ്റാർട്ടറായിട്ട് ലോലിപ്പോപ്പും കേട്ടോ. അപ്പോൾ എന്തായാലും നന്ദുമോളെ മക്കൾ ഞാൻ അടുത്ത് വരുന്ന സമയത്ത് എൻ്റെ മുത്തിനെ ഞാൻ അവിടെ കൊണ്ടുപോയി ഇതെല്ലാം മേടിച്ച് തന്നിരിക്കും കേട്ടോ കണ്ണ. അപ്പോൾ എന്തായാലും വേണ്ട. പിന്നെ അവിടുത്തെ ചട്ടിപ്പത്തിരിയോ ഇതും പിന്നെ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ചട്ടിപ്പത്തിരി ഓക്കെ ആയിരുന്നു. ഒരു മുട്ട ഉണ്ടായിരുന്നു, 2-3 ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ബീഫിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ആ മസാല ഭയങ്കര കുത്തലായിരുന്നു കേട്ടോ. ഒരു വിചാരിച്ച അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ബിരിയാണിയും അവർക്ക് ഞാൻ ചോദിച്ചു, സൂര്യ എങ്ങനെയുണ്ട് ബിരിയാണി? കുഴപ്പമില്ല അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പൂരി പോലെയാണ് ഇരുന്നത് കേട്ടോ. പക്ഷേ അവർ പറയുന്നത് പത്തിരി എന്നാണ്. എനിക്കത് മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. എന്തായാലും ഞങ്ങൾക്ക് കഴിച്ചല്ലേ പറ്റില്ല. പക്ഷേ എപ്പോഴും ഞാൻ ഓർഡർ ചെയ്തിട്ട് ബാലൻസ് വരുന്ന സമയത്ത് പാഴ്സലാക്കും. ഇതും അതുപോലെ തന്നെ പാഴ്സലാക്കിയിട്ടുണ്ട് കേട്ടോ. അന്നേരമാണ് ചുരണ്ട ഐസ്ക്രീം കഴിക്കണമല്ലോ, ബീച്ചിൽ പോയി ചുരണ്ട ഐസ്ക്രീം കഴിക്കണം. പക്ഷേ ഇവിടെ കരിക്കിൻ്റെ ചുരണ്ടി ഉണ്ടെന്ന് പറഞ്ഞ്
നമ്മുടെ ബീച്ച് സൈഡിൽ കിട്ടുന്ന ചുരണ്ടി ഐസ്ക്രീം ഇതും തമ്മിൽ ഏതൊരു വിധ ബന്ധവുമില്ല കേട്ടോ, ഒരു വകയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ അത് ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, പക്ഷേ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ പ്രഗത്ഭരായ ആൾക്കാരോടെ പോയി ഫുഡ് കഴിച്ച് അതിൻ്റേതൊക്കെ അവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അന്തരീക്ഷമാണ് കേട്ടോ, നല്ല ജോൺസൺ മാഷിൻ്റെ പാട്ടും മഴയും ഒക്കെ ആയിട്ട് കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തുമ്പയും സൂര്യ ഇങ്ങനെ പുറത്ത് വന്നിരുന്ന സമയത്ത് നമുക്ക് ഇനി തിരിച്ചു പോകണമല്ലോ, അപ്പോഴത്തേക്ക് ആദാമിൻ്റെ ചായക്കട എന്ന് കാണിച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓട്ടോ കിട്ടുന്നില്ല, കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് ഓട്ടോ കിട്ടുന്നില്ല കേട്ടോ. അവസാനം സൂര്യ രണ്ടും കളിപ്പിച്ച് ആ മഴയത്ത് ഇറങ്ങി നിന്ന് കേട്ടോ. അങ്ങോട്ട് പോകുന്ന ആട്ടോ ഇങ്ങോട്ട് വരുന്ന ആട്ടോ ഒക്കെ കൈ കാണിക്കുന്നുണ്ട്. അവസാനം ഒരു ചേട്ടൻ്റെ മനസ്സ് തോന്നിക്കൊണ്ട് നിർത്തി തന്നു. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അറ്റ്ലസ് ഇൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചത്. അവിടെ തന്നെ തൊട്ട് താഴെ തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ. അവിടുത്തെ ആൾക്കാർ ഇപ്പം എന്താ പറയുക, ഞാനും എൻ്റെ മക്കളും ആണല്ലോ, പക്ഷേ എന്നാലും അവർ ആ നല്ല കെയർ തന്നിട്ടുണ്ടായിരുന്നു. മേഡം എന്തുണ്ടെങ്കിലും വിളിക്കണം, ഒരു കുഴപ്പമില്ല, സേഫാണ് അതൊക്കെ പറഞ്ഞിട്ട് വളരെ കെയറിങ് ആയിരുന്നു കേട്ടോ. നല്ല സന്തോഷം തോന്നിയതാ. ലിഫ്റ്റിൽ നിന്നിട്ട് സൂര്യയുടെ കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും റൂമിൽ വന്ന സാധനങ്ങളൊക്കെ ഇച്ചിരി ഉണ്ടായിരുന്നു. തുമ്പമോൾക്കാണ് കേട്ടോ അധികവും മേടിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അമ്മയ്ക്ക് കുറച്ച് നൈറ്റിയും ബെഡ്ഷീറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും രാത്രി കേട്ട് കാഴ്ച കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ സമയം ഞാൻ രമേശ് ചേട്ടനെ ഒത്തിരി മിസ് ചെയ്തു. എന്തായാലും സൂര്യമോളും തുമ്പമോളും ഒക്കെ ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. നന്ദുവിനൊക്കെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. വെളുപ്പിനേ തന്നെ ഞങ്ങൾ എന്താ പറയുക റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ 7:30-ക്കാണ് ട്രെയിൻ കേട്ടോ. പക്ഷേ ഞങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചൊരു ദിവസമായിരുന്നു അന്ന് കേട്ടോ. മഴയും ഉണ്ടായിരുന്നു, കുറേ സമയം അവിടെ ഓട്ടോ കിട്ടാൻ ഒത്തിരി വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. തൊട്ട് താഴെ തന്നെ തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ അവിടെ വന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കുകയും ദോശയൊക്കെ ഞങ്ങൾ പാഴ്സലാക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യുന്നു. ഏകദേശം ഒരു 10 മിനിറ്റോളം ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്തു കേട്ടോ. ഓട്ടോ കിട്ടി ഞങ്ങൾ അവിടെ എത്തിയ സമയത്താണ് അറിയുന്നത് ട്രെയിൻ വളരെ ലേറ്റാണെന്നുള്ളത്. 7:30-ക്കുള്ള ട്രെയിൻ വന്നത് 10:30 വരുള്ളൂ എന്ന് പറഞ്ഞു. 3 മണിക്കൂർ അവിടെ ഇരിക്കുമായിരുന്നു. ആ സമയം വിചാരിച്ചു മര്യാദയ്ക്ക് നന്ദമോളെ കെട്ടിപ്പിടിച്ച് ഉറങ്ങി പിറ്റേന്ന് 8 മണിയാകുമ്പോൾ അവിടെ നിന്ന് തിരിച്ചാൽ മതിയെന്ന് തോന്നിപ്പോയി കേട്ടോ. കാറ്റാണെങ്കിൽ ഒരു ഒടുക്കത്തെ കാറ്റ്, എന്നെ എടുത്ത് വരെ പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റായിരുന്നു കേട്ടോ. തുമ്പമോളുടെ മുടിയെല്ലാം ഇങ്ങനെ പാറി പറക്കുന്നുണ്ട്, അവൾ ചീപ്പിട്ട് കോതി കൊടുക്കുന്നുണ്ട്. എവിടെയാണ്, അടിപൊളി കാറ്റ് മഴയായിരുന്നു കേട്ടോ. ഈ സമയം റിനുവും നന്ദൂട്ടിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, രമേശേട്ടൻ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ദോശ, എനിക്ക് വിശപ്പ്, നമുക്ക് വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. കൃത്യസമയമാകുമ്പോഴത്തേക്ക് ഞാൻ ദോശ കഴിച്ചു. അടിപൊളി ദോശയായിരുന്നു കേട്ടോ, നല്ല ചമ്മന്തിയും സാമ്പാറും അടിപൊളി കാപ്പിയായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്ത് കേട്ടോ, 3 മണിക്കൂർ സമയം പോകണ്ടേ. ഞങ്ങളിങ്ങനെ പതുക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് S2 ആണ് പോകേണ്ടത്, അപ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു. ഈ സമയത്ത് കുറച്ച് വീഡിയോസും ഷോർട്സൊക്കെ എടുത്തതിന് മുന്നേ ഞാൻ ആ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരത് കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം കേട്ടോ, വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ മറക്കരുത് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കേട്ടോ. അങ്ങനെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. എൻ്റെ അപ്പ എങ്ങനെയെങ്കിലും ഒന്ന് തിരുവനന്തപുരം എത്തിയാൽ മതി എന്നൊരവസ്ഥയായിപ്പോയി കേട്ടോ. നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ സൂര്യ പറഞ്ഞു, മോളെ ഞാൻ അവിടെ പോയി കിടക്കാൻ പറ്റത്തിൽ, നീ ഇവിടെ താഴെ കിടന്ന് ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ തുമ്പ കുറേ സമയം കാഴ്ചകൾ കണ്ടൊക്കെ തുമ്പയായിരുന്നു. പിന്നെ അതിനുശേഷം തുമ്പ അപ്പുറത്ത് കിടന്നുറങ്ങി, ഞാൻ ഇപ്പുറത്ത് കിടന്നുറങ്ങി കേട്ടോ. ഉറങ്ങി എഴുച്ചതിന് ശേഷം വീണ്ടും ഇരുന്നു. അപ്പോഴത്തേക്കും എന്താ പറയണ്ട, കാഴ്ചകൾ ഇങ്ങനെയാണല്ലോ, നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് കാഴ്ചകൾ കാണുക. പിന്നെ അവർ കോഫിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു, അവർ കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ എങ്ങനെയും എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതി എന്നേ കേട്ടോ. അവരിങ്ങനെ ആസ്വദിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുറേ സമയം മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തിരുവനന്തപുരം എത്തി. എൻ്റെ പൊന്ന് ശിവനേ, എൻ്റെ തിരുവനന്തപുരം കണ്ടപ്പോഴാണ് എനിക്കൊരു സന്തോഷം. അണ്ണാ തിരുവനന്തപുരം വന്ന്, തിരുവനന്തപുരം എത്തി നമ്മൾ. അങ്ങനെ ഞങ്ങൾക്ക് ഇനി എവിടെ പോകണം, വീട്ടിൽ പോകണം. അപ്പോഴത്തേക്ക് സന്തോഷിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സന്തോഷം വരത്തി താമസിച്ചോ ഇല്ല, സന്തോഷം കൃത്യസമയത്ത് തന്നെ വന്നു. സന്തോഷം വന്ന 1.5 വരവ് കണ്ടോ, എവിടെ പോയാലും ഇങ്ങനെ ഒരു മാലയിട്ട് വരെ ഞങ്ങളെ സ്വീകരിക്കാൻ മാലയും ഇട്ട്. അങ്ങനെ സന്തോഷം വന്ന് മുട്ടത്തലയും സന്തോഷം ഞങ്ങൾ എവിടെ കൊണ്ടുപോകണം എന്നറിയാം. ഇത് KSRTC ബസ് സ്റ്റാൻഡാണ് കേട്ടോ നിങ്ങൾ ഈ വലതുവശത്ത് കാണുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറഞ്ഞു, ഒരു സ്ഥലത്ത് ചാറ്റ് മസാല കിട്ടുന്ന സ്ഥലമുണ്ടെന്ന്, അട്ടക്കുളങ്ങര രാമചന്ദ്രൻ അവിടെ. ട്രിവാൻഡ്രം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പോയി കഴിക്കണം. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും ലൈവിൽ കാണിക്കുന്നതാണല്ലോ. അങ്ങനെ അത് വാങ്ങി കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ കുറച്ച് താമസമുണ്ട്, പക്ഷേ കുറച്ച് ബാലൻസ് ഇരുന്നേനെ ഞങ്ങൾക്ക് തോന്നുന്നു. ചേച്ചി ഇത് കഴിച്ചുകൊണ്ടിരുന്നോ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പാഴ്സലൊക്കെ മേടിച്ച് പിന്നെ 100 സ്പീഡിനകത്ത് വീട്ടിൽ വന്ന് കയറിയ സമയത്ത് നമ്മുടെ മഹാജനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, 4 പേര്, യാമി, റോക്കി, സിംബ, ബബുലു, 4 പേരും ഒരേ കുരയായിരുന്നു കേട്ടോ. സിംബ വീടിനകത്താണ്, ബാക്കി 3 പേര് ഹായ് അമ്മ വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തുമ്പയെ കണ്ടപ്പോഴത്തേക്ക് സിംബ പറഞ്ഞ്, തുമ്പച്ചേച്ചി ചോറ് വാരിത്താടി എന്ന് പറഞ്ഞ്
തുമ്പ മോൾ എന്ത് ചെയ്ത് ഉമ്മയൊക്കെ കൊടുത്ത് സിംബയ്ക്ക് ചോറ് വാരി കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. സിംബമോൾ ആഹാരം കഴിച്ചതിന് ശേഷം തുമ്പമോളും ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റിനുവിനെ നന്ദൂട്ടിയൊക്കെ വിളിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തുമ്പമോളുടെ ആദ്യത്തെ ട്രെയിൻ യാത്ര വിജയകരമായി അവൾ പൂർത്തീകരിച്ചു. പക്ഷേ കോഴിക്കോട് പോയിട്ട് കോഴിക്കോട് ബീച്ച് കാണുവാനോ അതുപോലെ തന്നെ അവിടുത്തെ ചുരൻ്റെ ഐസ്ക്രീം കഴിക്കുവാനോ തുമ്പമോൾക്ക് കഴിഞ്ഞിട്ടില്ല. അടുത്ത വെക്കേഷന് ഉറപ്പായിട്ട് നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഇത്രയും സമയം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത നല്ല നല്ല വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ നിന്ന് വിട പറയുന്നു. ബിജി രമേഷ് വ്ലോഗിലെ ബിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കില്ലേ കൂട്ടുകാരെ. ലൈവിൽ വന്നും ഷോർട്സ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബൈ ബൈ.